2011 നവംബർ 27 ബഹുമാനപ്പെട്ട ജോസഫ് കൊറ്റപ്പറമ്പിലച്ചൻ ഈ തേർമല അൽഫോൻസാരി ഇടവയിൽ വികാരിയായിരിക്കുന്ന അവസരത്തിലാണ് സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഒരു കോൺഫറൻസ് ഈ ഇടവയിൽ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ 8 അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കോൺഫറൻസ് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മീറ്റിംഗ് കൂടുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ ഇടവയിൽ രോഗികളായിട്ടുള്ള ആൾക്കാരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. കോൺഫറൻസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 ദത്ത് കുടുംബങ്ങളെയും 1 ദത്ത് വിദ്യാർത്ഥിയെയും ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. എല്ലാ വർഷത്തിലും കോൺഫറൻസ് അംഗങ്ങൾ ഈ ഇടവയിലെ മുഴുവൻ വീടുകൾ സന്ദർശിക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ആണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മൂലധനം. കൂടാതെ മേൽ കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന സഹായ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ വികാരി അച്ഛൻ ആധ്യാത്മിക ഉപദേശവുമായ ജോസഫ് കാനക്കാട്ടച്ഛൻ എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾക്ക് തരുന്നു. 2013 ഒക്ടോബർ മാസത്തിൽ തേർമല അൽഫോൻസാരി ഇടവകയുടെ വികാരി അച്ഛനായി ഇവിടെ എത്തിച്ചേർന്ന മനുവച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവക ജനം വളരെ ആകാംക്ഷയോടെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പണികൾ ആരംഭിച്ചു, അത് പൂർത്തിയാക്കി. എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്ന സൺഡേ സ്കൂളിൻ്റെ നിർമ്മാണം 6-7 വർഷം നീണ്ട ആ പ്രയത്നത്തിന് പൂർത്തീകരണമായത് മനുവച്ചനിലൂടെയാണ്. അതുകൂടാതെ തന്നെ ഈ വർഷം ജൂബിലിയുടെ നിറവിലും ഇടവക പ്രവേശിച്ചു. ഈ സന്ദർഭത്തിൽ ഇടവകയുടെ പരിസരവും എല്ലാം വൃത്തിയാക്കുവാനായിട്ട് നല്ലൊരു പ്രയത്നം ചെയ്തു. അതാണ് പള്ളിമുറ്റം നല്ല മതിലോടുകൂടി, ഒരു സൈഡ് റോഡ്, വേറൊരു സൈഡ് ചില്ലിത്തോടോടുകൂടി അതിമനോഹരമായ ഒരു പ്രകൃതി വിസ്മയമാണ്. അതുകൂടാതെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾ, ഭക്തസംഘടനകളുടെ സൺഡേ സ്കൂള്, എല്ലാ സംഘടനകളുടെയും പ്രവർത്തനം നല്ല നിലയിൽ കൊണ്ടുപോകുവാനായിട്ട് മനുവച്ചന് സാധിച്ചു. ഈ ജൂബിലി നിറവിൽ ഇടവകയെ നയിക്കുവാനായിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അതിതീക്ഷ്ണമായി പ്രയത്നിക്കുകയാണ്. കടലിന്റെ മനമറിഞ്ഞ പത്രോസിൻ കഥയിത്, കടലിന്റെ കരളറിഞ്ഞ ശീമോന്റെ കഥയിത്, കടലിന്റെ കരളറിഞ്ഞ ശീമോന്റെ കഥയിത്. കടലമ്മ താരാട്ടിൻ ഗാനം മൂളി, കടലമ്മ തിര കയ്യാലൂഞ്ഞാലാട്ടി, കടലമ്മ സ്നേഹത്തോടേകി മീനും, കടലമ്മ പോറ്റി വളർത്തിയ മകനാണിവൻ, കടലമ്മ സ്നേഹത്തോടേകി മീനും, കടലമ്മ പോറ്റി വളർത്തിയ മകനാണിവൻ. പരുക്കനെങ്കിലും ഉള്ളിൽ വലിയ സ്നേഹം
ധൈര്യനായി സുവിശേഷ സന്ദേശം നൽകി. ഒരിക്കൽ ഗുരുവെ തള്ളിപ്പറഞ്ഞു പോയെന്നാകിലും പിന്നീടൊരിക്കലും ഗുരുവിൻ വഴികൾ വിട്ടകന്നില്ല. ഗുരുവിൻ മൊഴികൾ നെഞ്ചിലേറ്റി മരിക്കുവോളവും കുരിശിലേറി തല കീഴായി ജീവനേകിയവൻ. ഒരിക്കൽ ഗുരുവെ തള്ളിപ്പറഞ്ഞു പോയെന്നാകിലും പിന്നീടൊരിക്കലും ഗുരുവിൻ വഴികൾ വിട്ടകന്നില്ല. 1974 എരുമേലിൽ നിന്ന് ഭാര്യയ്ക്കും 5 മക്കൾക്കുമൊപ്പം തേർമേലിയിലേക്ക് കുടിയേറി വന്ന ആന്റണി ചേട്ടൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യകാല കുടിയേറ്റ അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഇവിടെ വന്നിട്ടാണെങ്കിലും യാതൊരു കഷ്ടപ്പാടുകളും ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഒന്നും പറ്റിയിട്ടില്ല. സാമ്പത്തികമായിട്ട് നമ്മളെ ഒരു തരത്തിലും താത്തുവിടാതെ ഉയർത്തി തന്നെ ദൈവം കൊണ്ടത്. അതിനും മര്യാദത്തെ എനിക്ക് വേണ്ടി മധ്യസ്ഥ ഒത്തിരി വഹിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഞങ്ങളുടെ കുടുംബം നേരത്തെ തന്നെ പള്ളിയോട് അടുത്ത് നിൽക്കുന്ന കുടുംബമാണ്. കാരണം എൻ്റെ അപ്പൻ്റെ അനിയനൊക്കെ പള്ളിയിൽ ഫിഡിലും പ്രാർത്ഥനയും, അന്ന് സുറിയാനി കുർബാനയാണ്, അന്ന് തിരിയാങ്കോല് പിടിക്കുന്ന ഞാനായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിലും പാട്ടിലും എല്ലാ കാര്യത്തിലും മുൻകണ്ടിരുന്നു. പിന്നെ ഉമ്മിക്കുപ്പയിലേക്ക് ഞാൻ മാറി എന്ന് പറഞ്ഞല്ലോ, അവിടെ ആയപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഈ ഭക്തിയിൽ നിന്ന് ഇതുവരെയും ദൈവം എന്നെ അകത്തിയിട്ടില്ല. ദൈവമല്ല, പൈശാചിക ശക്തികളൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ അനുവദിക്കുകയില്ലെന്നാണ് എൻ്റെ വിചാരം. ഈശോ അതുപോലെ കാക്കുന്നുണ്ട്. അന്ന് തന്നെ ഈശോ ഒരു പുഞ്ചിരിയോടുകൂടി അഞ്ഞ് പറഞ്ഞു വിട്ടെന്ന് ഇപ്പോഴും ഞാൻ ഈയിടെയും പറയാറുണ്ട്. ആ പുഞ്ചിരി ഇന്നും നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അങ്ങനെ ഉപദ്രവിക്കരുതെന്നുള്ള ചിന്ത ഇപ്പം കൂടുതലുണ്ട്. വയസ്സും കൂടെ ആയപ്പം ശരീര ആരോഗ്യത്തിൻ്റെ എല്ലാം കൂടെ പരിഗണിക്കുമ്പം കൂടുതൽ ചിന്ത ഇതാണ്: ഈശോയെ വിഷമിപ്പിക്കാതെ ജീവിക്കുക. കാരുണ്യപ്പൂ
1958 മലബാറിലേക്ക് കുടിയേറി വന്ന മറിയക്കുട്ടി അമ്മച്ചിയുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യകാല കുടിയേറ്റ അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങളിവിടെ വന്നിട്ട് 74 വന്നതാണ്. 41 വർഷമായി. ഇവിടെ വന്നു കഴിഞ്ഞ് വഴി സൗകര്യമൊന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നു ഇവിടെയാണ്. അന്നേരം കടുക്കുന്ന ചേട്ടനൊക്കെ ഞങ്ങൾ അടുത്തടുത്ത് വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നത് ഇങ്ങനെ വെള്ളാട് പള്ളിയിലായിരുന്നു പോകുന്നത്. ഇത്രയും ദൂരം നടന്ന് പള്ളിയിലെല്ലാം പോകും. എന്നാലും ആഴ്ച 3 ദിവസം പോകും. വെള്ളി, ശനി, ഞായർ 3 ദിവസം പള്ളിയിൽ പോകും. പിള്ളേർ പഠിക്കുന്നത് വായാട്ടുപറമ്പിലായിരുന്നു. കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ മാതാവിനെ കൂടുതൽ പിടിക്കും. മാതാവിനോട് പ്രാർത്ഥിച്ച ഒത്തിരി കാര്യങ്ങൾ മാതാവ് സാധിച്ചെല്ലാം തരും. അങ്ങനെ കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇന്നും മാതാവിനോട് പ്രാർത്ഥിക്കും എല്ലാ കാര്യത്തിനും. ആദ്യകാലം തൊട്ട് ദൈവവിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. പള്ളിയിൽ പോകും, പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ചെല്ലും. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ഇങ്ങനെ അന്നും ഇന്നും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെയും അന്നത്തെയും കൂടെ നോക്കുമ്പോൾ ഒരുപാട് ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തിന് എന്നും നന്ദി പറയുന്നുണ്ട്, സ്തുതിയും പറയുന്നുണ്ട്. 2 നേരവും പ്രാർത്ഥിക്കും. രാവിലെയും പ്രാർത്ഥിക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ എനിക്കാവില്ല. അരുത്, ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം. യഹോവ വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം നമുക്കായി കാത്തിരിക്കുന്നു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം, അതിന്റെ പേരും പറഞ്ഞ് ഇനിയും നീ ഞങ്ങളെ പ്രലോഭിപ്പിക്കുകയാണോ? ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഒരിറ്റ് ജലം കിട്ടാതെ മരിച്ചു വീഴാൻ നീ എന്തിനു ഞങ്ങളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു? എല്ലുമുറിയെ പണിയെടുക്കേണ്ടി വന്നാലും വയറു നിറയെ ആഹാരം കഴിക്കാമായിരുന്നു ഇതിനു മുമ്പ്. ഇതിപ്പോ വേണ്ട. അടിമത്തത്തിന്റെ ബലിഷ്ഠമായ മുഖം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയ യഹോവയുടെ ശക്തിയെ നിങ്ങൾ സംശയിക്കുന്നു. ഫറവോയുടെ സൈന്യം ചെങ്കടലിൽ താഴ്ന്നതും കർത്താവ് ഒഴിച്ച മന്നയുടെ സ്വാദും ഇത്ര വേഗം നിങ്ങൾ മറന്നോ? ആ ദൈവം ഇന്ന് എവിടെ? ഞങ്ങളെല്ലാം ദാഹിച്ച് തൊണ്ടമുട്ടുന്നത് അവിടുന്ന് കാണുന്നില്ലേ? അതോ അവിടത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ടോ? നിർത്തൂ. ഈ ജനത്തിന്റെ നിലവിളി കേൾക്കുന്നില്ലേ? അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് അങ്ങ് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവരെ ആനയിച്ചത്? ഫറവോയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അങ്ങ് തന്നെയല്ലേ ഇവരെ മോചിപ്പിച്ചത്? എന്നിട്ട് എന്താ അങ്ങ് നിശബ്ദനായിരിക്കുന്നു? ഈ ജനത്തോട് ഞാൻ എന്തു പറയും? മോസസ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാകുന്നു ഞാൻ. ആ കാണുന്ന പാറയിൽ നിന്നും ജനത്തിനു വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുക. മോസസ്, ഇസ്രായേലിൽ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നീ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കാനിരുന്ന ദേശത്ത് നീ പ്രവേശിക്കുകയില്ല. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ യഹോവയുടെ പരിശുദ്ധ സാന്നിധ്യം
അനുഭവിച്ചറിഞ്ഞ ഈ മോസസിനെ ഇനി എന്തിനു മറ്റൊരു കാനാൻ ദേശം? യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു.